ബലാത്സംഗ കേസിൽ ഇപ്പൊ ഗുളിക കൊടുത്ത അധ്യക്ഷ ഗർഭചിത്രം നടത്തിയതാണല്ലോ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള കേസ്. ആദ്യത്തെ ഭാര്യ നിറവയറുമായി നിൽക്കുമ്പോൾ വയറ്റിൽ ചവിട്ടി എന്നാണ് മുകേഷിനെതിരെ പറഞ്ഞത്. വയറ്റിൽ ചവിട്ടി. 9 മാസം ഗർഭിണിയായിരിക്കുമ്പോ വാഹനത്തിൽ കയറാൻ പോകുമ്പോ മുൻപോട്ടും പിൻപോട്ടും എടുത്ത് നിലത്ത് വീഴ്ത്തി. എന്നിട്ട് കരയുമ്പോ അഭിനയിക്കരുത് എന്ന് പറഞ്ഞതാണ് മുകേഷിനെതിരെയുള്ള കേസ്. കേസെടുത്തോ ഈ സർക്കാർ? എന്നിട്ട് അതിനുശേഷം മീറ്റു ആരോപണം വന്നല്ലോ, കേസെടുത്തോ? മൂന്നാമത് അദ്ദേഹത്തിനെതിരെ കേസ് വന്ന് ചാർജ് ഷീറ്റ് ചെയ്യപ്പെടുന്നല്ലോ. ആ ബലാത്സംഗിയെ കൈപിടിച്ചുയർത്തി പ്രഖ്യാപനം കൊടുക്കുന്ന പിന്തുണ കൊടുക്കുന്ന മുഖ്യമന്ത്രിയല്ലേ ബലാത്സംഗികളുടെ സംരക്ഷകൻ? അതോ രാഹുൽ മാങ്കുട്ടത്തിനെ പുറത്താക്കിയ കോൺഗ്രസ് ആണോ ബലാത്സംഗികളുടെ സംരക്ഷകൻ? അപ്പൊ ബലാത്സംഗികളെ എന്നും സംരക്ഷിച്ചുള്ളത് പിണറായി വിജയനാ. എന്തുകൊണ്ടാ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള അദ്ദേഹത്തിനെതിരെയുള്ള പരാതി 13 ദിവസമായിട്ട് മുക്കിയത്? എന്തുകൊണ്ട് മുക്കിയിരിക്കുന്നു? എന്തുകൊണ്ട് ഈ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ അല്ലെങ്കിൽ ലൈംഗിക കേസിൽ കുടുക്കൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയത് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കി? എന്തുകൊണ്ട് പൂച്ചക്കെട്ടുമായിട്ട് പുറകെ നടന്ന ശശീന്ദ്രനെ അവസാന കാലം പെട്ടവരെ പിണറായി ആ NCPയുടെ തീരുമാനത്തിന് അപ്പുറത്ത് നിന്ന് പിണറായി സംരക്ഷിക്കുന്നു? എന്തുകൊണ്ട് മൂന്നാറിലേക്ക് ട്രിപ്പ് പോകാൻ വിളിച്ച തോമസ് ഐസക്കിനെ വീണ്ടും വീണ്ടും സംരക്ഷിച്ച് ഇപ്പോഴും കൊണ്ടേയിരുത്തിയിരിക്കുന്നു? എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഒരു പെണ്ണിനെ വിളിച്ച് ഫോൺ ചെയ്ത് വരാൻ പറയുന്നത് കേട്ടതാണല്ലോ നമ്മളെല്ലാം? എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും MLA ആക്കി? എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? അപ്പൊ ബലാത്സംഗികളെ സംരക്ഷിക്കുന്ന, ബലാത്സംഗികളെ കൊണ്ട് ജീവിക്കുന്ന പാർട്ടിയാണ് CPM.